ഹായ് എവ്രി വൺ, വെൽക്കം ടു ഷാപ്സ് ഓൺലൈൻ. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും നമ്മളുടെ എവറിഡേ കമ്മ്യൂണിക്കേഷനിൽ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാനും എൻ്റെ കൂട്ടുകാരും, ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ഞാനും എൻ്റെ കൂട്ടുകാരോട് പുറത്തു പോയി ഷോപ്പിങ്ങിന് പോയി എന്നൊക്കെ. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരെന്ന് പറയാൻ പലപ്പോഴും മീ ആൻഡ് മൈ ഫ്രണ്ട്സ് എന്ന് യൂസ് ചെയ്ത് കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കലി അത് തെറ്റാണ്. കാരണം മീ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു സെൻറ്റൻസ് ബിഗിൻ ചെയ്യാറില്ല. അപ്പോൾ അവിടെ എങ്ങനെ പറയും? മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എന്നെങ്ങനെ പറയും? മൈ ഹസ്ബൻഡ് ആൻഡ് ഐ. ഓക്കെ, മൈ ടീച്ചേഴ്സ് ആൻഡ് ഐ, മൈ ഫ്രണ്ട് ആൻഡ് ഐ. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ വരുത്തുന്ന രണ്ടാമത്തെ മിസ്റ്റേക്കാണ് എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഷീ ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറയാറുണ്ട്. അതും തെറ്റായിട്ടുള്ള ഉച്ചാരണമാണ്. കാരണം അല്ലേ, പലരും പറഞ്ഞു കേൾക്കുന്നതാണ് ഷീ ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട്, ഷീ ഈസ് വൺ ഓഫ് മൈ കൊളീഗ് എന്നൊക്കെ. അത് തെറ്റായിട്ടുള്ള ഗ്രാമാറ്റിക്കലി ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. സോ ഹൗ ടു യൂസ് ഇറ്റ്? യു ഹാവ് ടു സേ ഷീ ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, വൺ ഓഫ് മൈ കൊളീഗ്സ്. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഐ വിസിറ്റഡ് ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പലരും പറയാറുണ്ട്. അതും തെറ്റാണ്. എപ്പോഴും വൺ ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഒരുപാട് എണ്ണത്തിൽ ഒരെണ്ണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഐ വെൻറ്റ് ടു എ പ്ലേസ്, ഇറ്റ് വാസ് അമേസിങ് അങ്ങനെ പറയാനായിട്ട് പകരം നമ്മൾ ചിലപ്പോൾ ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സൈറ്റുകളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും എന്ത് യൂസ് ചെയ്യണം? പ്ലൂറൽ ഫോം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാണ് രണ്ടാമത്തെ മിസ്റ്റേക്സ്. പലപ്പോഴും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും തെറ്റായിട്ട് പറയുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കേൾക്കുന്ന ഒരു കാര്യം, നിനക്ക് ഇതിൽ നന്നായിട്ട് ചെയ്യായിരുന്നു, യു ക്യാൻ ഡു മോർ ബെറ്റർ എന്ന് പറയാറുണ്ട്. അതും തെറ്റാണ്. യു ക്യാൻ ഡു മച്ച് ബെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. യു ക്യാൻ ഡു മച്ച് ബെറ്റർ. നിനക്ക് ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. യു ക്യാൻ ഡു മച്ച് ബെറ്റർ. ഇനി എനിക്കൊരു ഗുഡ് ന്യൂസ് നിന്നോട് പറയാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ ശരിക്കും എനിക്ക് തോന്നുന്നു അത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ വരുന്ന മിസ്റ്റേക്കാണ്. ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് വി ഷുഡ് നോട്ട് ട്രൈ ടു ട്രാൻസ്ലേറ്റ് ഇറ്റ് ഫ്രം മലയാളം ടു ഇംഗ്ലീഷ്. വി ജസ്റ്റ് ട്രൈ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള തെറ്റുകൾ വരില്ല. അങ്ങനെ വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു എന്ന് പറയുന്നത്. ഐ ഹാവ് എ ഗുഡ് ന്യൂസ് എന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയണം? ഐ ഹാവ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഒരു ആർട്ടിക്കിളിൻ്റെ എയുടെ യൂസേജ് അവിടെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, so that's all about today's class and keep watching for more videos. Thank you.